കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു പ്രവചനം നടത്തിയിരുന്നു ഈ ഫ്ലോറിൽ വെച്ച്. അതിൻ്റെ രേഖ ഞാനിവിടെ ഹാജരാക്കാം. ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നു ഉർവശിക്ക് ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. മേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു അവാർഡ് കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഉർവശി. ഒരു നല്ല കൈയടി. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം തന്നെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഉർവശിക്ക് ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു വലിയ റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും വലിയ കൈയടി കൊടുക്കണം. എന്നാ ജതിഷേട്ടാ, ഇത് നമ്മുടെ ഐറ്റം പേരുടെ ഒരു സ്നേഹം ഉർവശി ചേച്ചിക്ക്. പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോ അത് ഓൾറെഡി അനുഭവിച്ചറിഞ്ഞ പാൻ ഇന്ത്യയായ നമ്മുടെ സ്വന്തം ഉർവശി ചേച്ചി. അന്ന് നടത്തിയ പ്രവചനം ഫലിച്ചു. വളരെ സന്തോഷം ഉർവശി. തീർച്ചയായിട്ടും ഉർവശി എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല, ഇന്ത്യൻ പ്രേക്ഷകരുടെ അഭിമാനമാണ്. ഇത്ര തന്മയത്വമായി ആ ഉള്ളൊഴുക്കിലെ കഥാപാത്രം കണ്ട ശേഷം ഞാൻ വിളിച്ചിരുന്നു. ഉർവശി വിളിച്ച് പറഞ്ഞിരുന്നു നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും കിട്ടും. ഉർവശിക്ക് ചെറിയ വിഷമമുണ്ട്, ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടണമായിരുന്നു. അത് സാരമില്ല ഉർവശി, ഇത് റെക്കഗ്നീഷൻ ഈസ് റെക്കഗ്നീഷൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു കാര്യം കൂടെ ജീവ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അനുഭവത്തോടെ മുകേഷ്, ഞാൻ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തത്. മുകേഷ് ഒരു ഓണപ്പാട്ട് പാടാൻ എന്നെ അനുവദിക്കുന്നു. അതിനു മുമ്പ് എനിക്കൊരു ഓർമ്മ ഇങ്ങനെ പ്രവചിച്ച് ഉർവശിക്ക് കിട്ടിയല്ലോ. അപ്പം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എൻ്റെ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അനുജൻ വക്കീൽ, അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്, ഞങ്ങൾ 3 പേര്. അപ്പോൾ ഒരു ദിവസം നമ്മളെല്ലാവരോടും നിന്നപ്പോഴത്തേക്ക് മൂത്ത ആൾക്ക്, അതായത് വക്കീലിൻ്റെ മൂത്ത മകൾക്ക് 1ാം റാങ്ക് കിട്ടി പ്രീ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞ ന്യൂസ് വന്നു. എല്ലാവരും വന്നു, സ്വർണ്ണമൊക്കെ കൊടുത്തു, മാല കൊടുക്കുന്നു, ഭയങ്കര സന്തോഷം. കുടുംബത്തിൽ ഒരു അന്തസ്സാണ്. പോയി അടുത്ത കൊല്ലമായപ്പോഴത്തേക്ക് ഒരു ന്യൂസ് വരുന്നു, അവളുടെ അനിയത്തിക്ക് റാങ്ക്. അപ്പം 1 പവൻ എന്നുള്ളത് 1/2 പവനായി. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അടുത്ത കൊല്ലം വരുമ്പം വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും റാങ്ക്. അങ്ങനെ ഇവരുടെ വീടിൻ്റെ അടുത്തോട്ട് കുടുംബക്കാരൊന്നും പോകാതായി. കാര്യം ഒരു റാങ്ക് കാണും. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ആദ്യമൊക്കെ നമ്മൾ ഉർവശി ഐ ആം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വീട്ടിന്റെ അടുത്തോട്ട് പോകാതായി. കാര്യം ഒരു അവാർഡ് അവിടെ കാണും. അല്ല ചേട്ടാ, അങ്ങനെയാണോ ഈ ഉർവശി അവാർഡ് എന്തെങ്കിലും? ആ പേര് അങ്ങനെ പേര് കുഴപ്പം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവാർഡിന് തന്നെ ഉർവശി. അപ്പൊ ഇനി പ്രൗഡ് ഓഫ് യു ഓണപ്പാട്ടല്ലേ? വി ആർ ഓൾ പ്രൗഡ് ഓഫ് ഉർവശി. അപ്പൊ ഉർവശി പ്രേക്ഷകർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓണം തുടങ്ങി വെക്കാം, ഓണാഘോഷം തുടങ്ങി വെക്കാം.